10 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വിജയശതമാനമുള്ള ഒരു വർഷമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ SSLC പോയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം SSLCയിലേക്ക് പോകാനിരിക്കുന്ന ഫുൾ A+ ആഗ്രഹിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഫുൾ A+കളുടെ എണ്ണം നേർ പകുതിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതായത് 2024-2025 അധ്യയന വർഷത്തിൽ 61,449 കുട്ടികൾക്ക് ഫുൾ A+കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2025-26 അധ്യയന വർഷത്തിൽ അത് നേർ പകുതിയായിട്ടാണ് ഫുൾ A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിന് പല കാരണങ്ങളുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി, ടെക്സ്റ്റ് ബുക്ക് മാറി, വാല്യുവേഷൻ ഭയങ്കരമായിട്ടുള്ള ലിബറൽ ആയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ +1 എത്തുമ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ +1 വരുമ്പം അവിടെ സ്റ്റേറ്റ് സിലബസ് വേറെ അല്ലെങ്കിൽ നാഷണൽ സിലബസ് വേറെ അങ്ങനൊരു സെപ്പറേഷൻ ഇല്ല. അവിടെ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് NCERTയുടെ സിലബസ് ആണ്, നാഷണൽ ലെവലിലുള്ള സിലബസ് ആണ്. CBSE കുട്ടികൾ ഫസ്റ്റ് മുതലേ പഠിക്കുന്നത് നാഷണൽ ലെവലിലുള്ള സിലബസ് ആണ്. അപ്പം നമ്മൾക്കാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കേരള സിലബസിൽ പഠിച്ച മക്കൾക്കാണ് SSLC കഴിഞ്ഞ് +1 വരുന്ന സമയത്ത് ആ ഒരു അങ്ങോട്ടേക്ക് എത്താൻ ബുദ്ധിമുട്ട്. നല്ലപോലെ പഠിച്ചിരുന്ന മക്കൾക്ക് +1 എത്തുന്ന സമയത്ത് അവർക്ക് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് നമ്മളുടെ പഠന നിലവാരം കുറച്ചുകൂടി ഉയർത്തേണ്ടതുണ്ട് അല്ലേ. നമ്മൾ ഫുൾ A+കളുടെ എണ്ണമല്ല നോക്കേണ്ടത്, കുട്ടികളുടെ ക്വാളിറ്റിയാണ് നമ്മൾ കൂട്ടേണ്ടത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഫുൾ A+കളുടെ എണ്ണം കുറയുന്നത് അത്ര നല്ല കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യുന്നത് ഈ CBSE പഠിച്ചിട്ടുള്ള CBSE സിലബസ് പഠിച്ചിട്ടുള്ള മക്കളാണ്. എവിടേക്കും അധികം ദൂരം പോകണ്ട, നീറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സ് വരുന്നത് CBSE അതുപോലെ സിലബസ് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് പറയുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ A+കളുടെ എണ്ണം അല്ല അവിടെ നോക്കിയിട്ടുള്ളത്. അവിടെ നല്ല അവർ തുടക്കം മുതലേ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ പഠിച്ചു വരുമ്പോൾ തന്നെ എന്താണ് നല്ല ഹൈ സിലബസ് ആണ്. ഹൈ സിലബസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെയാണ്. അവിടെ ആർക്കും തന്നെ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമ്മളിലേക്കും അത് എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ സിലബസിലുള്ള മാറ്റങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലുള്ള മാറ്റങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്, അയ്യോ മിസ് അപ്പം ഞങ്ങളാണോ ഇപ്പോൾ കഷ്ടത്തിലായത്? നിങ്ങൾ ആക്ച്വലി കഷ്ടത്തിലാവുകയല്ല ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇനി അങ്ങോട്ട് കൂടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു നമ്മുടെ വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫുൾ A+കളുടെ എണ്ണം നേർ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുൾ A+കളുടെ എണ്ണം പകുതി ആയാലും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് അതിനർത്ഥമില്ല. നിങ്ങൾക്ക് സ്റ്റിൽ അവിടെ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ പോലെ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മാത്രം കണ്ട് അല്ലെങ്കിൽ എക്സാം ടൈമിൽ മാത്രം, നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ പഠിക്കുക, എക്സാമിൻ്റെ ടൈമിൽ മാത്രം ക്ലാസ് കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ലൈവ് കണ്ട് ഒരു പ്രഡിക്ഷൻ ലൈവൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ പോകും. പക്ഷേ ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു ഫുൾ A+കളുടെ എണ്ണത്തിൽ എത്താൻ പറ്റില്ല. അതിന് നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, വെറും സിലബസ് മാത്രം കവർ ചെയ്ത് മാത്രം പോവാതെ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പഠന രീതിയിലും ഇനി മാറ്റം വരാനുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ ലൈനും മനസ്സിലാക്കി തന്നെ പോകണം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഗവൺമെൻറ് ആദ്യമായിട്ട് സാമ്പിൾ പേപ്പർ, അത് CBSEയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സാമ്പിൾ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സാമ്പിൾ പേപ്പർ ഓരോ സബ്ജക്റ്റിനും ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തിനാണ്, നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനും നിങ്ങൾക്ക് ഒത്തിരി അധികം ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളും ഇനിയിപ്പോൾ SSLCയിലേക്ക് വരുമ്പോൾ ചെയ്തു തുടങ്ങണം. ഇതൊരു എന്താണ്, നിങ്ങളൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ സാധാരണ പോലെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്തൊരു വർഷവും കടന്നു പോകും. റിസൾട്ട് വരുന്ന സമയത്ത് അയ്യോ മിസ് ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് ഉണ്ടായില്ല എന്ന് നമ്മൾ അപ്പം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനുണ്ട് നമ്മുടെ സ്വന്തം ലക്ഷ്യ ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും ഫുൾ A+ഉം ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ വൈകാതെ പുറത്ത് വിടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ലേണിംഗ് വീഡിയോസ് ആയിട്ട്.
ഓക്കെ, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കുറച്ചേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, കുറച്ച് തന്നെ പഠിച്ചത്, പക്ഷേ ഒരു ടോപ്പിക് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം എൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ എക്സ്ട്രാ ലൈവ് ക്ലാസ്, നോട്ട്സ്, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് എക്സാം. ഇനി നിങ്ങളുടെ പ്ലസ് ബാച്ചിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്, SSLCയുടെ റിവിഷൻ ബാച്ച്, അതേപോലെ തന്നെ നമ്മുടെ SSLCയുടെ ഫുൾ ബുക്ക് സെറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും രൂപ വർത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് ബാച്ചിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ മിസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്. അതായത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ആ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ലെറ്റസ് SS-ൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻ, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, പബ്ലിക് എക്സാം, അതുകൂടാതെ നമ്മുടെ സാമ്പിൾ പേപ്പറിൻ്റെ വീഡിയോ സൊല്യൂഷൻ, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ പ്ലസ് ബാച്ചിലാണെങ്കിൽ ഫുൾ ബുക്ക് സെറ്റ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സമാധാനത്തോട് കൂടിയിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ ഇനി ഫുൾ A+ൻ്റെ എണ്ണം കുറഞ്ഞാലും ഓക്കെ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയാലും പാറ്റേൺ മാറിയാലും ഒന്നും എൻ്റെ മക്കളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. പ്ലസ് ബാച്ചിൽ ആകെ ഒരു 500 റുപ്പീസിൻ്റെ വ്യത്യാസമാണുള്ളത്, പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് ബാച്ചിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പോലെ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. പക്ഷേ നേരത്തെ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നല്ല രീതിയിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇപ്പം തന്നെ നമ്മുടെ 3 ലക്ഷ്യ ബാച്ചുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള നിങ്ങളുടെ അതേ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ എൻ്റെ മക്കളും പഠിച്ചു തുടങ്ങുക, ലേറ്റ് ആവാതിരിക്കുക. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.